കേരള സർവകലാശാലയിൽ കൂട്ട സ്ഥലം മാറ്റം. രജിസ്ട്രാറുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അസിസ്റ്റന്റ് രജിസ്ട്രാർ അൻവർ അലിയെ മാറ്റി പകരം ചുമതല JS സ്മിതയ്ക്ക്. സെക്ഷൻ ഓഫീസർ S വിനോദ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട്. ശാലിനി ചേരുന്നു. ശാലിനി, നേരത്തെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഈ കൂട്ട സ്ഥലം മാറ്റത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്? രോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് അനിൽകുമാർ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് രജിസ്ട്രാറുടെ ചുമതലകളിൽ നിന്ന് സസ്പെൻഷനിലായതിനു ശേഷവും അനിൽകുമാർ പറയുന്നതിനനുസരിച്ചും ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നതനുസരിച്ചും പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അവരുടെ കസേരകളിൽ നിന്നും മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സ്ഥലമാറ്റം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ രജിസ്ട്രാറുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥനെയാണ് മാറ്റിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് രജിസ്ട്രാർ അൻവർ അലിക്കാണ്. അൻവർ അലിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. പകരം ചുമതല JS സ്മിതയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഔദ്യോഗികമായി VC ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഓഫീസർ S വിനോദ് കുമാറിനെയും സ്ഥലം മാറ്റി. പ്രതികാര നടപടി എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ പ്രതികരിക്കുകയും പ്രതിഷേധവുമൊക്കെ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയത്. പക്ഷേ VCയോട് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. VC പറയുന്നത് ഇത്തരത്തിലാണ്: അനിൽകുമാർ സസ്പെൻഷനിലായതിനു ശേഷം അവിടെ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് താൽക്കാലിക ചുമതലയിലേക്ക് വന്നു. ആ താൽക്കാലിക ചുമതലയിലേക്ക് വന്നതിന് ശേഷം ചില നിർണായക ഫയലുകൾ, അത് പ്രത്യേകിച്ച് ഈ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഇഷ്യൂ ചെയ്യുന്ന നിർണായക ഫയലുകളിൽ ഒപ്പുവെക്കുന്നത് അടക്കമുള്ള നടപടികൾ രജിസ്ട്രാർ മിനി കാപ്പൻ സ്വീകരിച്ചിരുന്നു. VCയും അതിന് അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ഫയൽ നീക്കം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ മാറ്റി. ഒപ്പം തന്നെ ഈ നിർണായകമായിട്ടുള്ള സീലുകൾ അടക്കം എടുത്ത് മാറ്റിവെച്ചു എന്നുള്ളതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനിരുന്നതാണ്. പക്ഷേ ആ ഒരു നടപടിയിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. അവരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്, ചുമതലകളിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു സെക്ഷൻ്റെ ചുമതലയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കും. അതിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അറിയിച്ചിട്ടുള്ളത്. എന്നാലും നിർണായകമായിട്ടുള്ള നടപടിയാണിപ്പോൾ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് VCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ വിദ്യാർത്ഥികളോട് പ്രതികാര നടപടി സ്വീകരിക്കുകയും വിദ്യാർത്ഥികളുടെ ഭാവി അടക്കമുള്ള കാര്യങ്ങൾ തുലാസിലാക്കുന്ന നടപടികൾ സ്വീകരിച്ച് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ VC ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അനിൽകുമാറിൻ്റെ ഇഷ്ടക്കാർ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫയലുകൾ മാറ്റിവെക്കുകയും ഒപ്പം തന്നെ സീലുകൾ മാറ്റിവെക്കുകയും അടക്കമുള്ള ചില നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ ഇവർ നടത്തിയെന്നുള്ളതാണ് VC ആരോപിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം നടക്കും. അന്വേഷണത്തിന് ശേഷം കൂടുതൽ വകുപ്പ് തല നടപടികൾക്കും സാധ്യതയുണ്ട്. എന്തായാലും നിർണായകമായുള്ള സ്ഥലമാറ്റമാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നു വരുന്ന രജിസ്ട്രാർ VC പോരിൻ്റെ മറ്റൊരു പതിപ്പായി അല്ലെങ്കിൽ മറ്റൊരു നടപടിയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.